വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷകൾക്കൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള ചില പ്രോജക്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു മൂന്ന് നാല് ചെറിയ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിലിപ്പോ നമ്മൾ കാണാറുണ്ട് ഹരിത കേരളം മിഷൻ, അതുപോലെ തന്നെ ബന്ധു ക്ലിനിക്ക്, അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് കാണാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു നാല് ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പൊ അതിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു വരാം. ആദ്യത്തേത് ബന്ധു ക്ലിനിക്ക് എന്ന് പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ബന്ധു ക്ലിനിക്ക് കുറേ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അപ്പൊ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചു ഞാൻ. എന്താ ബന്ധു ക്ലിനിക്ക്? നമുക്കറിയാം, അതിഥി തൊഴിലാളികൾ, അല്ലെ? അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്താരംഭിച്ചത്? ബന്ധു ക്ലിനിക്ക് ആരംഭിച്ചത്. അപ്പോ ആരോഗ്യ പരിരക്ഷ ആർക്ക് കൊടുക്കുകയാണ്? അതിഥി തൊഴിലാളികൾക്ക് നൽകാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറഞ്ഞ ബന്ധു ക്ലിനിക്ക്. ആരംഭിച്ച വർഷം എന്നാണ്? 2020. അപ്പൊ അതിഥി തൊഴിലാളികൾക്ക് അരികിലെത്തി ചികിത്സാ സൗകര്യങ്ങൾ നൽകുകയാണ് ഈ പ്രോജക്റ്റ് പ്രകാരം ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? 2025 ആയപ്പോ ബന്ധു ക്ലിനിക് പദ്ധതി ലോക ആരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടി. അപ്പൊ ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ബന്ധു ക്ലിനിക്ക്. ദേശീയ ഹെൽത്ത് മിഷൻ, അതുപോലെ എറണാകുളം ജില്ലാ ഭരണകൂടം, സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്നിവരുടെയൊക്കെ കൂട്ടായ്മയിലാണ് ബന്ധു ക്ലിനിക്ക്, അതായത് ബന്ധു മൊബൈൽ ക്ലിനിക് കൂടി ഉണ്ട്. ആ ബന്ധു മൊബൈൽ ക്ലിനിക് ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആരുടെയാണ്? നാഷണൽ ഹെൽത്ത് മിഷൻ അഥവാ ദേശീയ ഹെൽത്ത് മിഷൻ, എറണാകുളം ജില്ലാ ഭരണകൂടം. അപ്പൊ ദേശീയ എന്താ പറയുന്നത്? ഹെൽത്ത് മിഷൻ എറണാകുളം ജില്ലാ ഭരണകൂടം. അതുപോലെ തന്നെ ആരാണ്? സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഇവരുടെയൊക്കെ കൂട്ടായ്മയിലാണ് മൊബൈൽ ബന്ധു ക്ലിനിക്കിന്റെ പ്രവർത്തനം. ഇനി അപ്പൊ ബന്ധു ക്ലിനിക്കിന്റെ കാര്യം നമുക്ക് ക്ലിയർ ആയി. അടുത്തത് എന്താ വെച്ചാ, അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളുകളിൽ എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിപാടി എന്താണ്? ആയിയെ ഏക് സാത്ത് സീക്കെ. എന്നുള്ളതാണ്. യുടെ മലയാളം എന്താ? നമുക്ക് ഒരുമിച്ച് പഠിക്കാം, അല്ലെ? വരൂ നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്നുള്ളതാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് എന്താണ്? അവർക്ക് സ്കൂളുകളില് എന്ത് കൊടുക്കാം? പഠനം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയാണ് കേട്ടോ. ഇനി അടുത്തൊരെണ്ണാണ് റോഷ്നി എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കാൻ എറണാകുളം ജില്ലയിൽ തുടങ്ങിയ പരിപാടിയുടെ പേരാണ് റോഷ്നി. എന്താണ്? അപ്പൊ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം, മലയാള ഭാഷാ പഠനം ഉറപ്പുവരുത്താൻ എറണാകുളം ജില്ലയിൽ തുടങ്ങി. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ചങ്ങാതി. എന്താണ്? അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കാൻ, അന്യ സംസ്ഥാന തൊഴിലാളികൾക്കാണ് കേട്ടോ, അല്ലാണ്ട് കുട്ടികൾക്കല്ല, തൊഴിലാളികൾക്ക് മലയാളം പഠിക്കാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ചങ്ങാതി ട്ടോ. പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പാഠപുസ്തകമൊക്കെ പുറത്തിറങ്ങി. ആ പാഠപുസ്തകത്തിന്റെ പേര് എന്താണ്? ഹമാരി മലയാളം. ഹമാരി മലയാളം എന്നുള്ളതാണ് ആ പാഠപുസ്തകം. ഹമാരി എന്താ പറയുന്ന മലയാളം പദ്ധതിയിൽ പുതിയ പരിഷ്കരണങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട്. പുതിയ പരിഷ്കരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇത്രയും നമ്മള് അതിഥി തൊഴിലാളികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് ഇപ്പോ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അതായത് എന്താ പറയുന്നത്, ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഫാക്ട്സ് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക്
പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ അതിർത്തി നമ്മളോട് എടുത്തു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ അതിർത്തി നമുക്കൊന്ന് പഠിക്കാം. ഇന്ത്യയുടെ അതിർത്തികൾ എടുത്തു പറയുമ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടൽ, അല്ലെ? പടിഞ്ഞാറ് അറബിക്കടൽ. അതുപോലെ തന്നെ വടക്ക് ഏതാണ്? വടക്ക് ഹിമാലയ പർവ്വതം. അതുപോലെ തന്നെ പടിഞ്ഞാറ് അറബിക്കടലാണെങ്കിൽ കിഴക്ക് എന്താണ്? കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, അല്ലെ? ഇനി അടുത്തത് തെക്ക് എന്താണ്? അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? അറബിക്കടല്, കിഴക്ക് ബംഗാൾ ഉൾക്കടല്, വടക്ക് ഹിമാലയ പർവ്വതം, തെക്ക് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇങ്ങനെയാണ്. അപ്പൊ വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറൊക്കെ ചോദിക്കും. ഇനി നമ്മളോട് ചോദിക്കാം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിലപ്പോ വരാം. അതായത് ഹിന്ദുക്കുഷ് മലനിരകളുണ്ട്, അതുപോലെ തന്നെ സുലൈമാൻ മലനിരകളുണ്ട്. ഹിന്ദുക്കുഷ് മലനിരകളും സുലൈമാൻ മലനിരകളും. ഇനി വടക്ക് കിഴക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പൂർവാചൽ എന്ന് ഉത്തരം പറയാം. പൂർവാചൽ ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികളാണ് പറയണേ. എന്തിന്റെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികളാ പറയുന്നത് ടീച്ചർ. ഇനി അടുത്തത് തെക്ക് പടിഞ്ഞാറ് എന്താണ്? തെക്ക് പടിഞ്ഞാറാണ് പറയണേച്ചാ. തെക്ക് പടിഞ്ഞാറ് നമ്മൾ എന്തിനാ പറയാ? അറബിക്കടലിനെ പറയും. തെക്ക് കിഴക്കാണെങ്കിൽ നമ്മൾ എന്തു പറയും? ബംഗാൾ ഉൾക്കടൽ പറയും. എന്താണ്? ബംഗാൾ ഉൾക്കടൽ പറയും. ഇനി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8°4' വടക്കു മുതൽ 37°6' വടക്കു വരെയാണ് അക്ഷാംശ വ്യാപ്തി. ഇനി അടുത്തത് ഇന്ത്യയുടെ തെക്കേറ്റമായി ഇന്ദിരാ പോയിന്റിനെ കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഇന്ദിരാ പോയിന്റ് നേരത്തെ നമ്മൾ കന്യാകുമാരി വരെയുള്ളതാണ് 8°4' വടക്ക് 37°6' വടക്ക് എന്ന് പറഞ്ഞത്, അല്ലെ? ഇനി ഇന്ത്യയുടെ തെക്കേറ്റമായി ഇന്ദിരാ പോയിന്റിനെ കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 6°45' വടക്ക് 37°6' വടക്ക് വരെയാണ്. ഇനി അടുത്തത് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി പഠിക്കുക. രേഖാംശ വ്യാപ്തി 68°7' കിഴക്കു മുതൽ 97°25' കിഴക്ക് വരെയാണ്. ക്ലിയർ ആയില്ലേ? ഇനി ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42% പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ട്ടോ. ലോക രാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനമാണ്. ഏതൊക്കെയാണ് മുമ്പ്? ആദ്യത്തത് റഷ്യ, അടുത്തത് കാനഡ, അടുത്തത് ചൈന, അടുത്തത് അമേരിക്ക, അടുത്തത് ബ്രസീൽ, അടുത്തത് ഓസ്ട്രേലിയ. ഏതാണ്? ഓസ്ട്രേലിയ. ഇതാണ് എന്ത് പറയുന്നത്? 6 ഓർഡറിലുള്ള വലിയ രാജ്യങ്ങൾ. 1, 2, 3, 4, 5, 6. 7ാം സ്ഥാനത്ത് ആരാ നിൽക്കണേ? 7th പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്ററുമാണ്. 2023 റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയുടെ 17.5%, മുമ്പ് 17.5% 2023 കണക്ക് പ്രകാരം ലോക ജനസംഖ്യയുടെ 17.8% ആരാണ്? ഇന്ത്യൻ ജനങ്ങളാണ്.
അപ്പൊ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ടോപ്പിക് ഹരിത കേരളം മിഷനെ കുറിച്ചാണ്. ഹരിത കേരളം മിഷൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ PSCക്ക് പല ചോദ്യങ്ങളും വരുന്നുണ്ട്. എന്തിനാണ് 2016 ഡിസംബർ മാസം 8-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? യേശുദാസ് ആണ്. യേശുദാസ് ആണ്. ഇതിന്റെ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നതാണ്. പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നതാണ് ഇതിന്റെ ആപ്തവാക്യം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ജലം, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം, ജലസംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ തന്നെ മാലിന്യ നിർമാർജനം ഈ 3 കാര്യങ്ങളും പഠിച്ചു വെക്കണം. ഇത് ലക്ഷ്യമിട്ടാണ് ഹരിത കേരളം പദ്ധതി ആരംഭിച്ചത്. ഈ ഹരിത കേരളം മിഷന്റെ ഭാഗമായി സമഗ്രമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ കാർഷിക ആവശ്യത്തിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനുമുള്ള ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേര് ജലരക്ഷ, ജീവരക്ഷ എന്നാണ്. എന്താണ്? അതായത് കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനൊക്കെയുള്ള ശുദ്ധജലം ലഭ്യമാക്കുന്ന ഹരിത കേരള മിഷന്റെ പദ്ധതിയാണ് ജലരക്ഷ, ജീവരക്ഷ. അതുപോലെ തന്നെ ഹരിത കേരള മിഷന്റെ ഒരു പദ്ധതിയുടെ പേരാണ് പച്ചത്തുരുത്തുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ടീച്ചർ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. തരിശുഭൂമികളിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ച് കേരളത്തെ ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടത്തുന്നതാണ് പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പദ്ധതി, മാലിന്യമുക്തം കേരളം. എന്താണ് മാലിന്യമുക്തം കേരളം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം ലക്ഷ്യമിടുന്ന കേരളത്തിലെ മാലിന്യ നിർമാർജന പദ്ധതി. അപ്പൊ സയന്റിഫിക് ആയിട്ട്, ശാസ്ത്രീയമായിട്ട് കേരളത്തിലെ വേസ്റ്റുകളൊക്കെ സംസ്കരിക്കാനുള്ള പരിപാടിയാണ് മാലിന്യമുക്ത കേരളം പദ്ധതി. ഇനി അടുത്തതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് തെളിനീരൊഴുക്കും നവകേരളം. ഇതും സയന്റിഫിക് ആയിട്ടുള്ള ദ്രവമാലിന്യ പരിപാലന സംവിധാനങ്ങൾ ഒരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക. അപ്പൊ ദ്രവമാലിന്യ പരിപാലന സംസ്ഥാനമാണ്. അപ്പൊ എന്താ ഉദ്ദേശിക്കണേ? ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കാൻ. ജലാശയം എന്താണ്? മാലിന്യമുക്തമാക്കാനും വൃത്തിയാക്കാനും ഉള്ള ജനകീയ ക്യാമ്പയിനിന്റെ പേരാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിനീരൊഴുക്കും കേരളം. ഇനി അടുത്തത് നോക്കൂ, ഇനി ഞാൻ ഒഴുകട്ടെ. അടുത്ത പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നത്. എന്താണത്? ഹരിത കേരളം മിഷന്റെ ഭാഗമായി നീർച്ചാലുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, നീർച്ചാലുകൾ ശുചീകരണമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അടുത്തത് ഒന്നും കൂടെ പഠിക്കണം, ജൽ ജീവൻ മിഷൻ. എന്താണ് ജൽ ജീവൻ മിഷൻ? 2024 ഗ്രാമീണ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ നൽകി അവർക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കുക എന്നുള്ള പദ്ധതിയായിരുന്നു എന്ത് പറയുന്നത്? ജൽ ജീവൻ മിഷൻ. ഇന്ത്യയിലെ എല്ലാ വീടുകളിലും എന്ത് നൽകുക? ഓരോ വ്യക്തികൾക്കും ഗാർഹിക ടാപ്പ് കണക്ഷൻ നൽകുന്ന പരിപാടിയുടെ പേരാണ് എന്ത്? ജൽ ജീവൻ. അപ്പൊ എല്ലാവർക്കും ആവശ്യത്തിന് കുടിവെള്ളം കിട്ടാനുള്ള പദ്ധതിയാണ് കേട്ടോ ഇത്. ഇനി ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് നോക്കാം. അതെന്താണ്? പല SI യൂണിറ്റുകൾ പരീക്ഷയ്ക്ക് ചോദിച്ച് നമ്മൾ കാണാറുണ്ട്. അപ്പൊ SI യൂണിറ്റുകൾ ഒന്ന് പഠിച്ചാലോ? പിണ്ഡത്തിന്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്.
ഇനി അടുത്തത് പ്രകാശ തീവ്രതയുടെ എക്സ് യൂണിറ്റ് എന്താണ്? കാൻഡിലയാണ്. താപനിലയുടെ എസ് ഐ യൂണിറ്റ് എന്താണ്? താപനിലയുടെ എസ് ഐ യൂണിറ്റ് കെൽവിൻ ആണ്. സമയത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? സമയത്തിന്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡ് ആണ്. നീളത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? നീളത്തിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ്. വൈദ്യുത പ്രവാഹത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? വൈദ്യുത പ്രവാഹത്തിന്റെ എസ് ഐ യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയർ. ഇനി അടുത്തത് പദാർത്ഥത്തിന്റെ അളവിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? പദാർത്ഥത്തിന്റെ അളവിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് വിളിക്കുന്നത് മോളിനെയാണ്. എന്താണ്? മോൾ അല്ലെ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? ബന്ധു ക്ലിനിക്കിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ അതിരുകളും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അതിനുശേഷം പിന്നെ ഹരിത കേരളം മിഷൻ എന്ന് പറയുന്ന പദ്ധതി പഠിച്ചു. പിന്നെ നമുക്ക് ഹരിത കേരളം മിഷന്റെ ഒപ്പം തന്നെ മാലിന്യമുക്ത കേരളം, തെളിനീരൊഴുക്കും നവകേരളം, ഇതൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ജൽജീവൻ മിഷൻ അല്ലെ. ഇനി ഞാൻ ഒഴുകട്ടെ. ജൽജീവൻ മിഷൻ വേറെയാണ്, ഇതുവരെ ഹരിത കേരളം മിഷന്റെ ഭാഗമാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് എസ് ഐ യൂണിറ്റുകളെ കുറിച്ചാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ. ഇതൊക്കെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങള് നമ്മള് എന്താ പറയുന്നത്, ഓപ്ഷനിൽ ഉള്ള ചോദ്യങ്ങളും ഒക്കെ അടങ്ങുന്നതാണ്. പിന്നെ ഒരു ഓപ്ഷൻ വഴിയുള്ള ഒരു ചോദ്യം വന്നാലും നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.